നമസ്കാരം. ആദ്യമേ തന്നെ പറയട്ടെ, ഈ വീഡിയോ തികച്ചും തുടക്കക്കാരായ എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്കുമാർ, DDOമാർ എന്നിവരെ ഉദ്ദേശിച്ചാണ് ചെയ്തിട്ടുള്ളത്. പരിചയസമ്പന്നരായ സീനിയേഴ്സിന് കുറച്ചൊക്കെ ബോറടിക്കുമെന്നറിയാം. അങ്ങനെയുള്ളവർ വീഡിയോയുടെ സ്പീഡ് ഒരല്പം കൂട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ 10 ദിവസത്തേക്ക് ശൂന്യവേതനാവധി അഥവാ LWA എടുത്തു വന്നിരിക്കട്ടെ. ക്ലർക്ക് എന്ത് ചെയ്യണം? ഈ 10 ദിവസത്തെ അവധി സ്പാർക്കിൽ ആഡ് ചെയ്യണം. നമ്മുടെ ക്ലർക്ക് ഈ ലീവ് സ്പാർക്കിൽ എൻറ്റർ ചെയ്യാൻ മറന്നുപോയെന്നിരിക്കട്ടെ. എന്ത് സംഭവിക്കും? ജീവനക്കാരന് സാലറി വാങ്ങുമ്പോൾ വലിയ സന്തോഷമാകും അല്ലേ? എന്താ കാരണം? അയാൾക്ക് 10 ദിവസത്തെ ശമ്പളം അധികം കിട്ടും. അയാൾ 20 ദിവസമേ ജോലി ചെയ്തുള്ളൂ. അയാൾക്ക് 10 ദിവസത്തെ സാലറി അധികം കിട്ടും. യഥാർത്ഥത്തിൽ അയാൾക്ക് 20-21 ദിവസത്തെ ശമ്പളത്തിന് അർഹതയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? എങ്ങനെയാണ് LWA സ്പാർക്കിൽ എൻറ്റർ ചെയ്യുന്നത് എന്നറിയണം. അതാണ് വർക്കിംഗ് ക്ലാസ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സാധാരണയായി ഒരു ജീവനക്കാരൻ തങ്ങളുടെ ലീവ് അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കുന്നത്? സ്പാർക്ക് ഓൺ മൊബൈൽ എന്ന ഒരു ആപ്പ് ഉണ്ടല്ലേ. ഇതിൽ എല്ലാ അവധി അപേക്ഷയും കൊടുക്കാൻ കഴിയുമോ? നമുക്ക് നോക്കാം. സ്പാർക്ക് ഓൺ മൊബൈൽ ഓപ്പൺ ചെയ്താൽ അതിൽ ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, കാഷ്വൽ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്, റെസ്ട്രിക്റ്റഡ് ഹോളിഡേ എന്നിവയാണ് കൊടുക്കാൻ കഴിയുന്നത്. ഇതിലെവിടെയും തന്നെ LWA ഇല്ല. അതായത് LWA നമുക്ക് സ്പാർക്ക് ഓൺ മൊബൈൽ ആപ്പ് വഴി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ LWA അപേക്ഷ എങ്ങനെ സമർപ്പിക്കും? പിന്നെ അടുത്ത വഴി എന്താണ്? വെബ് സ്പാർക്ക് അഥവാ നമ്മുടെ സ്വന്തം സ്പാർക്ക് അക്കൗണ്ട് വഴി അല്ലേ? നമ്മുടെ സ്വന്തം സ്പാർക്ക് അക്കൗണ്ട് വഴി ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കിയാലോ? സ്പാർക്കിൽ ലോഗിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അഥവാ അറിയില്ലെങ്കിൽ വർക്കിംഗ് ക്ലാസിൻ്റെ തന്നെ ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ പോകുന്നു നേരെ വെബ് സ്പാർക്കിലേക്ക്. ഇപ്പോൾ ഞാനുള്ളത് ഒരു എംപ്ലോയിയുടെ പേഴ്സണൽ ലോഗിനിലാണ്. ഇവിടെ നമ്മൾ ലീവ് അപ്ലൈ ചെയ്യാൻ നോക്കിയാണ്. എനിക്ക് എൻ്റർ ചെയ്യേണ്ടത് 10 ദിവസത്തെ LWA. സർവീസ് മാറ്റേഴ്സ്, ലീവ് ആപ്ലിക്കേഷൻ, അപ്ലൈ ലീവ് ഓൺലൈൻ. ക്ലിക്ക് ചെയ്തു. ഇവിടെ പേരുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോ ഫിൽഡായി വന്നിട്ടുണ്ട്. നമ്മുടെ അഡ്രസ്സ് വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. അതിനു മുമ്പ് നമുക്ക് ലീവുകൾ ഏതൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് നോക്കാം. EL, HPL, CL ഇപ്പോൾ എത്ര ബാലൻസ് ഉണ്ടെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കിതിൽ നേച്ചർ ഓഫ് ലീവ് ടു അപ്ലൈ ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് എന്താ വേണ്ടത്? LWA, ലീവ് വിത്തൗട്ട് അലവൻസ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഓരോ ലീവുകളായി നോക്കാം. ഇവിടെ കാഷ്വൽ ലീവ്, ചൈൽഡ് അഡോപ്ഷൻ ലീവ്, LWA ഉണ്ടോ നോക്കാം. ലീവ് ഓൺ ഫുൾ അലവൻസ് വിത്ത് MC, അത് HC ഹൈക്കോർട്ട് ജഡ്ജസിനാണത്. ഇത് ഹൈക്കോർട്ട് ജഡ്ജസ് ആണ്. നമുക്ക് ലീവ് വിത്തൗട്ട് അലവൻസ് വിത്തൗട്ട് MC റൂൾ 102 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റേണിറ്റി ലീവിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ലീവാണ്. അതിനെ MCയുടെ പിൻബലത്തോടെ എടുക്കുന്ന ലീവാണത്. അത് നമുക്ക് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഇവിടെ നമുക്ക് വേണ്ടുന്നത് LWA ആണ്. ഇവിടെ അണ്ടർ LWA വേറൊന്നുണ്ട്, അണ്ടർ ദ റൂൾ 91A. എന്താണ് 91A? അതൊരു സുപ്പീരിയർ ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു എംപ്ലോയി എടുക്കുന്ന ലീവാണ് ഈ 91A. അത് നമുക്ക് ബാധകമല്ല. നമ്മൾ എന്തിനാണ് എടുക്കുന്നത് ഈ 10 ദിവസം ലീവ്? ഏതെങ്കിലും മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയോ ആയിരിക്കും. എന്തായാലും 91A അല്ല, 10 ദിവസമല്ലേ ഉള്ളൂ. LWA അണ്ടർ റൂൾ 91 ഫോർ സ്റ്റഡി പർപ്പസ്, അതുമല്ല. അപ്പോൾ LWA ഇവിടെ 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. 4ലും നമ്മൾ ഉദ്ദേശിച്ച LWA ഇല്ല അല്ലേ? പിന്നെ ഉള്ളത് മെറ്റേണിറ്റി ലീവ്, മിസ്കാരേജ് ലീവ്, നോൺ ഡ്യൂട്ടി, പറ്റേണിറ്റി ലീവ്, റെസ്ട്രിക്റ്റഡ് ഹോളിഡേ, സ്പെഷ്യൽ കാഷ്വൽ ലീവ്. ഇവിടെ എങ്ങും തന്നെ LWA ഇല്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന LWA റൂൾ 88 പ്രകാരമുള്ളതാണ്. അത് പരമാവധി നമുക്ക് 3 മാസം വരെ നമുക്ക് എടുക്കാവുന്നതാണ്. ആ ലീവ് ഇതിനകത്തില്ല. അതുപോലെ തന്നെ 12A, 12B, 12C അത്തരം ലീവുകളെക്കുറിച്ച് വിശദമായൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് കണ്ടു നോക്കാം. അതിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും. അപ്പോൾ ആ ലീവുകളൊന്നും തന്നെ നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ കഴിയില്ല. ഒരാൾ 10 ദിവസത്തേക്ക് LWA എടുത്തത് സ്പാർക്കിൽ എൻ്റർ ചെയ്ത് ആ മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഈ 10 ദിവസം ശമ്പളം കുറയ്ക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അതിന് നമുക്ക് ഇവിടെ സാധ്യമല്ല. ആദ്യത്തെ 2 ഓപ്ഷൻ, ഒന്ന് സ്പാർക്ക് ഓൺ മൊബൈൽ, അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. ലീവ് ആപ്ലിക്കേഷൻ, അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ എന്താണ് മാർഗം? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനാദ്യം വേണ്ടത് നമ്മുടെ ഫോർമലായിട്ടുള്ള ലീവ് ഫോമുണ്ട്. റൂൾ 113യുടെ ആ ലീവ് ഫോം. ആ ലീവ് ഫോമിൽ നമ്മൾ ആപ്ലിക്കേഷൻ വാങ്ങുക എംപ്ലോയിയുടെ കയ്യിൽ നിന്ന്. മാനുവലായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം നമ്മൾ
വാങ്ങിയതിന് ശേഷം ഇനി ചെയ്യേണ്ടത് ക്ലർക്കിന്റെ ലോഗിനിലാണ് ഏത് എംപ്ലോയിയുടെ ലീവാണോ നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് ആ എംപ്ലോയിയെ നമ്മൾ എന്ത് ചെയ്യണം, അൺലോക്ക് ചെയ്യണം. എങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അൺലോക്ക് റിക്വസ്റ്റ് കൊടുക്കുക, അതിനുശേഷം DDOയുടെ ലോഗിനിൽ കയറിയതിന് ശേഷം അതിന് അപ്രൂവൽ കൊടുക്കുക. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോകാം ക്ലർക്കിന്റെ ലോഗിനിലേക്ക്. ഇപ്പോൾ ഞാനുള്ളത് ഒരു ക്ലർക്കിന്റെ ലോഗിനിലാണ്. നമ്മൾ നേരത്തെ ഒരു എംപ്ലോയിയുടെ ഇൻഡിവിജ്വൽ ലോഗിനിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ക്ലർക്കിന്റെ ലോഗിനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു എംപ്ലോയിയെ നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോകുന്നു. അഡ്മിനിസ്ട്രേഷൻ, അൺലോക്ക് എംപ്ലോയി റെക്കോർഡ്, അൺലോക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു. ഏത് എംപ്ലോയിയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. എംപ്ലോയിയെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഏതാണ് നമുക്ക് അൺലോക്ക് ചെയ്യേണ്ടതാണ്, ഏത് ഡീറ്റെയിൽസ് ആണ് നമുക്ക് അൺലോക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ലീവുമായി ബന്ധപ്പെട്ട് 2 എണ്ണമാണ് അൺലോക്ക് ചെയ്യാൻ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ലീവ് അക്കൗണ്ട്, ഒന്ന് ലീവ് അവൈൽഡ്. നമ്മൾ ഏതാണ് അൺലോക്ക് ചെയ്യേണ്ടത്? ലീവ് അവൈൽഡ് ആണ് നമ്മൾ അൺലോക്ക് ചെയ്യേണ്ടത്. ലീവ് അവൈൽഡ്. ഇവിടെ നമ്മൾ എൻട്രി എന്നോ ലീവ് എൻട്രി എന്നോ ഒക്കെ നമുക്ക് റീസൺ കൊടുക്കാം. ലീവ് എൻട്രി, ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കൺട്രോളിംഗ് ഓഫീസറുടെ ലോഗിനിൽ എത്തിയിരിക്കുകയാണ്. കൺട്രോളിംഗ് ഓഫീസർ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ലോഗിനിൽ കയറിയതിനു ശേഷം അൺലോക്ക് റെക്കോർഡിൽ അൺലോക്ക് അപ്രൂവൽ കൊടുക്കും, അല്ലേ? അത് DDOയുടെ ലോഗിനിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അൺലോക്ക് അപ്രൂവൽ അദ്ദേഹം കൊടുത്തു കഴിഞ്ഞാൽ ഈ എംപ്ലോയിയുടെ ലീവ് അവൈൽ ഓപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ അൺലോക്ക് ആയിരിക്കും. ഇനിയാണ് നമുക്ക് ബാക്കി ജോലികൾ ചെയ്യാനുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ ക്ലർക്കിന്റെ ലോഗിനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സർവീസ് മാറ്റേഴ്സ് നോക്കുക. സർവീസ് മാറ്റേഴ്സിൽ ലീവ് COD പ്രോസസ്സിംഗ്, അതിൽ ലീവ് ഹിസ്റ്ററി നോക്കുക. ബാക്കിയെല്ലാം വിട്ടേക്കുക. ലീവ് ഹിസ്റ്ററിയാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലീവ് അവൈൽഡ് നമ്മളിവിടെ അൺലോക്ക് ചെയ്തതിന് ശേഷം ലീവ് ഹിസ്റ്ററിയിലാണ് ലീവ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ലീവ് ഹിസ്റ്ററി എടുക്കുന്നു. ഏത് എംപ്ലോയിയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ്. ലീവ് തന്നിരിക്കുന്ന എംപ്ലോയി. ഇതാണ് ആ എംപ്ലോയിയുടെ ലീവ് അവൈൽഡ് പേജ്. ഇവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. നേരത്തെ എടുത്തിട്ടുള്ള ലീവുകളുടെ എല്ലാ ഹിസ്റ്ററി ഇവിടെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 8 ലീവുകളുടെ ഹിസ്റ്ററി ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഫുൾ ലീവ് റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ എടുത്തിട്ടുള്ള മുഴുവൻ ലീവുകളും, സർവീസിൽ കയറിയ ശേഷം എടുത്തിട്ടുള്ള മുഴുവൻ ലീവുകളും, ഇതിനകത്ത് എൻട്രി ചെയ്തിട്ടുള്ള മുഴുവൻ ലീവുകളും നമുക്ക് കാണാൻ കഴിയും. നമ്മളിവിടെ പുതിയ ലീവ് എൻട്രി നടത്താൻ പോവുകയാണ്. റൂൾ 88 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ലീവ് വിത്തൗട്ട് അലവൻസ് ഓൺ MC ഉണ്ട്, ലീവ് വിത്തൗട്ട് അലവൻസ് വിത്തൗട്ട് MC ഉണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിൽ അല്ലാത്ത ലീവാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. നോക്കുക, വിത്തൗട്ട് MC, അതും റൂൾ 88 തന്നെയാണ്. നമ്മളത് സെലക്ട് ചെയ്തു. എന്ന് തൊട്ട് എന്ന് വരെയാണ് ലീവ് എടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ഡേറ്റ് കൊടുക്കുന്നു. ഞാനൊരു പീരീഡ് കൊടുത്തിട്ടുണ്ട്. 15/6/24 മുതൽ 24/6/24 വരെയാണ് ഞാനിവിടെ ലീവ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി വരും. ഫുൾ ആണ്. അത് ആഫ്റ്റർനൂണോ ഫോർനൂണോ എന്ന് പറയുന്നില്ല, ഫുൾ തന്നെയാണ്. നമ്പർ ഓഫ് ഡേയ്സ് 10 ദിവസം ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. റീസൺ നമുക്കിപ്പോൾ പേഴ്സണൽ ആണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ തന്നെ കൊടുക്കുക. റീസൺ കൊടുത്തു. അവിടെ സൺഡേയോ ഹോളിഡേയോ വല്ലതും പ്രിഫിക്സ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. പ്രിഫിക്സും സഫിക്സും എന്താണെന്ന് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലീവ് റൂൾസിന്റെ പാർട്ട് 1 വീഡിയോ ഒന്ന് നോക്കിയേക്കുക. ഇവിടെ സഫിക്സും പ്രിഫിക്സും ഒന്നും ഇല്ലാന്ന് വയ്ക്കുന്നു. നോ കൊടുക്കുന്നു. വീട്ട് അഡ്രസ്സ് കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റേഷൻ ലീവ് റിക്വയർഡ് ഇവിടെ യെസ് കൊടുത്തു. സാങ്ഷൻ നമ്പർ, നമ്മുടെ ഓഫീസ് നമ്പർ കൊടുക്കുന്നു. ഓഫീസ് ഇൻവേർഡ് നമ്പർ കൊടുത്തു. ഇത്രയും നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം ഇൻസെർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലീവ് എൻ്റർ ആയിരിക്കും. അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഈ 10 ദിവസത്തെ ശമ്പളം കുറഞ്ഞായിരിക്കും കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൂൾ 88 പ്രകാരമുള്ള പരമാവധി ലീവുകൾ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ലീവ് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ കിട്ടുന്നതായിരിക്കും. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡിസ്കഷൻ നടത്തി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൃത്യമായി ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് മനസ്സിലായിക്കോട്ടെ. ഇതൊന്ന് പുതിയ ആയിട്ട് കയറുന്ന എല്ലാ ക്ലർക്കുമാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.